നമസ്കാരം. നിങ്ങൾ ഫിൽ കോളിൻസിന്റെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതൊരു ഹിറ്റ് പാട്ട് എന്നതിലുപരി നമ്മൾ ഓരോരുത്തരോടും ചില കാര്യങ്ങൾ ചോദിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ശക്തമായ കഥയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെന്നാലോ? ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹായം ആവശ്യമുള്ള ഒരാളെ കണ്ടില്ലെന്ന് നടിച്ച് നമ്മൾ കടന്നുപോയിട്ടുണ്ടോ? ഒരുപക്ഷേ മനഃപൂർവ്വമല്ലായിരിക്കാം. എന്നാലും ഈ ഗാനം സംസാരിക്കുന്നത് കൃത്യം ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പാട്ടിലെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രണ്ടു പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഒന്ന്, കൊടും തണുപ്പുള്ള ഒരു തെരുവിൽ നിസ്സഹായയായി നിൽക്കുന്ന ഒരു സ്ത്രീ. പിന്നെ അവർ സഹായത്തിനു വേണ്ടി വിളിക്കുമ്പോൾ അതുവഴി നടന്നുപോകുന്ന മറ്റൊരാൾ. ആ സ്ത്രീ ചോദിക്കുന്നത് എന്താണെന്ന് നോക്കൂ. എത്ര ലളിതവും എന്നാൽ നെഞ്ചിൽ കൊള്ളുന്നതുമായ ഒരു ചോദ്യമാണ്. അടിസ്ഥാനപരമായി ഒന്ന് ഉറങ്ങാനൊരിടം, അതിനുവേണ്ടിയുള്ള തീവ്രമായൊരു അഭ്യർത്ഥന. ഇനി കഥ മാറുന്നത് ആ ചോദ്യം കേട്ട ആളുടെ പ്രതികരണത്തിലേക്കാണ്. ഇത് വെറുമൊരു അശ്രദ്ധയല്ല, മറിച്ച് അവളെ അവഗണിക്കാനുള്ള ഒരു ബോധപൂർവമായ തീരുമാനം തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. കണ്ടില്ലേ ആ വ്യത്യാസം? ഒരു വശത്ത് സഹായത്തിനായി യാചിക്കുന്നൊരു സ്ത്രീ, മറുവശത്ത് അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ തിരിഞ്ഞുപോലും നോക്കാതെ വിസിലടിച്ച് നടന്നുപോകുന്ന ഒരാൾ. അവർക്കിടയിലുള്ള ആ ഒരു വലിയ വിടവ്, അതാണ് ഈ ഗാനം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് ക്രൂരതയായി തോന്നാം. പക്ഷേ പാട്ട് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കില്ല കാരണം എന്നാണ്. ആ സ്ത്രീയുടെ ദുരിതത്തിനു മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നാണക്കേട്, ഒരു അസ്വസ്ഥത, അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയാവാം അയാളുടെ ആ നടത്തം. ഇതുവരെ നമ്മൾ കണ്ടത് ആ തെരുവിലെ കാഴ്ചയാണ്. എന്നാൽ ഇനിയാണ് പാട്ട് നേരെ നമ്മളോട്, അതായത് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും സംസാരിക്കാൻ തുടങ്ങുന്നത്. അതെ, നമ്മൾ പാട്ടിന്റെ ഹൃദയത്തിലേക്ക്, അതിന്റെ കോറസിലേക്ക് എത്തുകയാണ്. ഈ വരികളിലെ ആ ഒരൊറ്റ വാക്ക് ശ്രദ്ധിക്കൂ. പാരഡൈസ്, അതായത് സ്വർഗം. എന്തിനായിരിക്കും ഫിൽ കോളിൻസ് ഇവിടെ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചത്? ഇവിടെയാണ് വെർബൽ ഐറണി എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. സംഭവം സിമ്പിളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ വിപരീതം പറയുക. നല്ല മഴയത്ത് നനഞ്ഞു കുളിച്ചു വരുന്ന കൂട്ടുകാരനോട് ഹോ എന്തൊരു വെയിലാടാ എന്ന് നമ്മൾ കളിയാക്കി ചോദിക്കില്ലേ? അതുതന്നെ ഇവിടെ പാരഡൈസ് എന്നുപയോഗിച്ചതും അതുപോലെയാണ്. വീടും സൗകര്യങ്ങളുമുള്ള നമുക്ക് ഇതൊരു സാധാരണ ദിവസമായിരിക്കാം, ഒരു സ്വർഗം പോലെ. എന്നാൽ ആ തെരുവിലെ സ്ത്രീക്ക് അത് നരകതുല്യമായ മറ്റൊരു ദിവസം മാത്രമാണ്. അപ്പോൾ ഈ ഐറണിയിലൂടെ പാട്ട് വിരൽ ചൂണ്ടുന്നത് സോഷ്യൽ ആപ്പത്തിയിലേക്കാണ്. അതായത് മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടില് മാറി നിൽക്കുന്ന നമ്മുടെയൊക്കെ ഒരു തരം സാമൂഹിക മരവിപ്പില്ലേ, അതിനെയാണ് ഈ ഗാനം ചോദ്യം ചെയ്യുന്നത്. ഇനി പാട്ട് വീണ്ടും നമ്മളെ ആ സ്ത്രീയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവരുടെ അവസ്ഥ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് കാണിച്ചു തരാൻ, ഒരുപക്ഷെ നമുക്ക് അവരോട് ഒരിത്തിരി സഹാനുഭൂതി തോന്നാൻ വേണ്ടി. മുഖത്തെ ചുളിവുകളും കാലിലെ പൊള്ളലുകളും, നടക്കാൻ പോലും വയ്യാതെ സമൂഹം ഒറ്റപ്പെടുത്തുകയും ഓരോ ഇടത്തുനിന്നും ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും ഒരു ദിവസത്തെ കഥയല്ല, അല്ലേ? ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ചിത്രമാണിത്. ഇതെല്ലാം കാണുമ്പോൾ പാട്ടുകാരൻ ഒരു ഘട്ടത്തിൽ നിസ്സഹായനായി ചോദിച്ചു പോവുകയാണ്, ദൈവമേ, ഇതിനൊരു പരിഹാരമില്ലേ? ആർക്കും ഒന്നും ചെയ്യാനില്ലേ? നിനക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന്. ആ ചോദ്യത്തിൽ ഒരു തരം നിരാശയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ട് നമ്മളോട് എന്താണ് ശരിക്കും പറയാൻ ശ്രമിക്കുന്നത്? എന്താണിതിലെ ആവർത്തിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം? നമുക്ക് നോക്കാം. പാട്ടുകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വരി വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഒരാശയം നമ്മുടെ മനസ്സിൽ തറയ്ക്കാൻ വേണ്ടിയാണിത്. ഇവിടെയും ഒന്നുകൂടി ചിന്തിക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നത് വെറുതെയല്ല. ആ സന്ദേശം നമ്മുടെ തലയ്ക്കകത്ത് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പാട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് മൂന്ന് ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ചുറ്റുമുള്ള വിഷമങ്ങൾ കാണാൻ ശ്രമിക്കുക. രണ്ട്, നമുക്കുള്ള സൗകര്യങ്ങളെ, നമ്മുടെ സ്വന്തം പാരഡൈസിനെ തിരിച്ചറിയുക. പിന്നെ ഏറ്റവും പ്രധാനമായി, കണ്ടില്ലെന്ന് നടിച്ചു കടന്നുപോകും മുൻപ് ഒന്നുകൂടി ചിന്തിക്കുക. അപ്പോൾ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ പാട്ട് കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് മാറ്റമായിരിക്കും വരുത്താൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.